പാകിസ്ഥാൻ സർക്കാരിനും സൈന്യത്തിനുമെതിരെ പാക് അധിനിവേശ കാശ്മീരിൽ വലിയ പ്രതിഷേധം നടക്കുന്നു. സൈനികരുടെ വെടിവയ്പിൽ 12-ലധികം പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും പാക് അധിനിവേശ കാശ്മീരിൽ ഇങ്ങനൊരു മാറ്റം ഉണ്ടാകുന്നത്? എല്ലാ കാലത്തും അവർ ഇന്ത്യ വിരുദ്ധരായിരുന്നു, പാകിസ്ഥാനെ അനുകൂലിക്കുകയും ചെയ്യും. ഇപ്പോൾ മാറ്റമാണ്. ചിലയിടങ്ങളിൽ ഇന്ത്യക്ക് അനുകൂലമായ സാഹചര്യം രൂപപ്പെടുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു അരുന്ധതി റോയ്ക്ക് പാക് പട്ടാളം കൊടുത്ത മറുപടിയായിരിക്കും. ഇന്ത്യയിലെ പട്ടാളമാണ് അവരുടെ ജനങ്ങളെ കൊല്ലുന്നത്. പാകിസ്ഥാനിലെ പട്ടാളം ഉദാത്ത മാതൃകയാക്കി പാകിസ്ഥാൻ പട്ടാളത്തെ. അല്ല, പുതിയ കാലത്ത് ആരെങ്കിലും അവർക്ക് പരിഗണന നൽകുന്നുണ്ടോ? ഇവർ അല്ല, അതിൻ്റെ പിറ്റേ ദിവസം തന്നെ തെഹ്രീക്ക് ഈ താലിബാൻ എന്ന് പറയുന്ന സംഘടനയുടെ അല്ല ലക്ഷ്യം വെച്ചുകൊണ്ട് പൊട്ടക്കണ്ണം മാവേലെറിയുന്ന പോലെ അവർ മിസൈൽ അയച്ചു. ഇന്ത്യ മിസൈൽ അയക്കുന്ന കണ്ടുകൊണ്ട് ഇന്ത്യ മിസൈൽ അയച്ചത് കൊള്ളേണ്ട അടുത്ത് തന്നെ കൊണ്ടു. പാകിസ്ഥാൻ കീഴടങ്ങി, വെണ്ണീറായിപ്പോയി. അവരുടെ വിമാനത്താവളങ്ങളും തീവ്രവാദ ആസ്ഥാനങ്ങളും എല്ലാം തന്നെ, ഹെഡ് ക്വാർട്ടേഴ്സുകൾ. പക്ഷേ ഇവരയച്ച മിസൈല് ഉന്നം വെച്ചത് തെഹ്രീക്ക് താലിബാനെയാണെങ്കിൽ കൊണ്ടത് പാവപ്പെട്ട കുട്ടികൾ തിങ്ങി താമസിക്കുന്ന ഒരു ഗ്രാമത്തിലാണ് ചെന്നുകൊണ്ട് അപ്പാടി 30 കുട്ടികളെ അവിടെ വെച്ച് വെടിവെച്ചു. അപ്പോൾ അരുന്ധതി റോയ് പിന്നെ ഇതുവരെ മിണ്ടിയിട്ടില്ല. ഇതുകൊണ്ട് അരുന്ധതി റോയ് ഒട്ടും പ്രകോപിതയാകുന്നില്ലെന്ന് വിചാരിച്ചായിരിക്കും ഇപ്പോൾ പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിൽ അവരിറങ്ങി വെടിവെച്ചു. പോലീസ് എന്നാണ് ആദ്യ റിപ്പോർട്ടുകളിൽ വന്നത്. ഇപ്പോൾ പറയുന്നു സൈന്യം തന്നെയാണ്. അവിടെ വന്നിട്ട് അവർ 15 പേരെ അങ്ങ് കശാപ്പ് എന്ന് പറയുന്ന അവർക്ക് നിസ്സാര കാര്യം. പകൽഗാമി കണ്ടില്ലേ എത്ര പേരെയാകുന്നത്? അതിനവർക്കൊരു മടിയില്ല, കശാപ്പ് എന്ന് പറയുന്ന ഒരു കുഴപ്പം. പക്ഷേ ഇത് അവസാനിക്കാത്ത യുദ്ധമാണ്, അവർ ജയിക്കാത്ത ഒരു യുദ്ധവുമാണ്. എല്ലാ വർഷവും ഇതുപോലെ നടക്കാറുണ്ട്. കഴിഞ്ഞ വർഷം 12 പേരെ മരിച്ചുള്ളൂ. 12 അല്ല, 4 പേരെ മരിച്ചുള്ളൂ. അതിൻ്റെ 4 ഇരട്ടിയിലേക്ക് പാകിസ്ഥാൻ പുരോഗമിക്കുന്നുണ്ട്. ആര് പറഞ്ഞു പാകിസ്ഥാൻ പുരോഗമിക്കുന്നില്ലെന്ന്? അത് അവസാനിപ്പിക്കാൻ ഇന്ന് വരെ പാകിസ്ഥാൻ ഭരണകൂടത്തിൽ കഴിഞ്ഞില്ല. എന്താ അമേരിക്ക അങ്ങോട്ട് ഇടപെടാൻ? ഇന്ത്യയുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിച്ചു കൊടുത്തതല്ലേ? എവിടെ ട്രംപ് വന്നിട്ടുണ്ടല്ലോ, ട്രംപിനോട് പറഞ്ഞാൽ മതി ഈ യുദ്ധം അവസാനിപ്പിക്കാൻ. വരുത്താം, കച്ചവടം ഞാൻ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞൊന്ന് വരട്ടി ഇല്ലാതാക്കാൻ പറഞ്ഞാൽ മതി. അല്ലാതെ ലോക സമൂഹത്തിൽ വേറെ ആർക്കാണ് ഇതിനകത്ത് താല്പര്യം? പക്ഷേ ഇന്ത്യക്ക് താല്പര്യമുണ്ട്. കാരണം നടന്നിരിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്, നമ്മുടെ കാശ്മീരിലാണ്, അല്ലേ? നമ്മുടെ കാശ്മീരിലാണ് ഇത് സംഭവിച്ചിരുന്നത്. കാരണം ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിട്ടുള്ള നമ്മുടെ ഭൂപടത്തിൽ വരച്ചു ചേർക്കുന്ന ആ കാശ്മീരിലാണ് നടന്നിട്ടുള്ളത്. പാകിസ്ഥാനോടെ വെച്ച് നമ്മുടെ ജനങ്ങളെയാണ് കൊന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ത്യക്ക് സ്റ്റേക്കുള്ളതാണ്. ഇന്ത്യക്ക് വേണമെങ്കിൽ ഇടപെടാം. എന്തിനായി തലവേദന എന്ന് വിചാരിച്ച് ലക്ഷ്യം കൊള്ളുന്ന മിസൈലുകൾ നമുക്കുണ്ട്. തീർച്ചയായിട്ടും നമുക്കത് മോചിപ്പിക്കാൻ പറ്റും. പക്ഷേ അതൊരു തലവേദനയായിട്ട് തീരും. അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇന്ത്യ ഇടപെടാതിരിക്കുന്നത്. നോക്കൂ, നമ്മളീ പറഞ്ഞിട്ടുള്ള എവിടെയൊക്കെയാണ്? മുസഫറാബാദ് നോക്കൂ. ദേശീയ കാലാവസ്ഥാ റിപ്പോർട്ടിൽ മുസഫറാബാദിൻ്റെ ടെമ്പറേച്ചർ കൂടി നമ്മൾ പറയാറുണ്ട്. ദേശീയ വാർത്തയിൽ നോക്കൂ, ഇംഗ്ലീഷ് ഹിന്ദി വാർത്തകളിൽ അവസാനം കാലാവസ്ഥാ റിപ്പോർട്ട് പറയുമ്പോൾ മുസഫറാബാദിലെ ടെമ്പറേച്ചർ പറയാറുണ്ട്. കാശ്മീരിൽ നിന്ന് വ്യത്യസ്തമാണ് അവിടുത്തെ ടെമ്പറേച്ചർ. അതുപോലെ റവാല കോട്ട്ലി, നീലം താഴ്വര, മിർപൂർ, ഈ സ്ഥലങ്ങളിലെല്ലാമാണ് വെടിവെപ്പ്. ഇതെല്ലാം ഇന്ത്യയെ ഭൂപടം നോക്കിയാൽ അറിയാം ഇന്ത്യയുടെ ഭാഗമാണ്. അവിടെ കയറിയാണ് വെടിവെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മൾ അവിടെ കയറി മൊത്തം 11 വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ 11 സ്ഥലങ്ങളിൽ അവരുടെ സൈനിക അതുപോലെ തന്നെ തീവ്രവാദ പ്രവർത്തന ക്യാമ്പുകൾ തകർത്തതിന് പ്രതികാരം ചെയ്യുകയാണ്. ഇന്ത്യയിലേക്ക് വരാൻ പറ്റില്ല, വന്നാൽ വിവരം അറിയും. അതുകൊണ്ട് അവരുടെ അതിർത്തികളിൽ തന്നെ അവരുടെ ആൾക്കാരെ കൊന്ന് പരിശീലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ മാത്രമല്ല, സർക്രീക്കിൽ ഗുജറാത്തിൻ്റെ അതിർത്തിയിൽ ഒരു സൈനിക ഞാൻ മസിലൊക്കെ പിടിച്ച് കാണിക്കുന്നു. കണ്ടോ, ഞങ്ങൾക്ക് ഇത്രയും പട്ടാളക്കാരുണ്ടെന്ന് പറഞ്ഞ് മസിൽ പിടിക്കുന്നു. രാജ്നാഥ് സിംഗ് പറഞ്ഞിട്ടുണ്ട് മര്യാദയ്ക്ക് ഇരുന്നോണോ അല്ലെങ്കിൽ കണ്ടല്ലോ ചുട്ടുകളയും എന്ന് തന്നെ പറഞ്ഞ് വാണിംഗ് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ 11 സ്ഥലങ്ങളിൽ ഞങ്ങൾ എങ്ങനെയാണ് പ്രിസിഷനോട് കൂടി ചെയ്തത്? അതിൻ്റെ ആവശ്യമില്ല. സർക്രീക്കിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഞങ്ങൾ സർക്രീക്ക് വഴി അങ്ങ് വരും, ലാഹോറിലേക്ക് വരും. പണ്ടങ്ങനെ പോയിട്ടുണ്ട്. കഴിഞ്ഞ യുദ്ധകാലത്ത് നമ്മൾ അങ്ങനെ പോയിട്ടുണ്ട്. പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധ സമയത്ത് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കാലത്ത് സർക്രീക്ക് വഴി അങ്ങ് പാകിസ്ഥാനിൽ ചെന്നു. ലാഹോറിലും ചെന്ന് ഇന്ത്യൻ പട്ടാളം. അപ്പോഴാണ് അയ്യോ വാവോ പൊത്തോ എന്ന് വിളിച്ചുകൊണ്ട് റഷ്യയുടെ മധ്യസ്ഥത തേടി ശാസ്ത്രി താഷ്കൻഡിൽ പോയി സമാധാന കരാർ ഒപ്പുവെച്ചു. അത് കഴിഞ്ഞ് ഉടനെ മരിക്കുകയും ചെയ്തു ദുരൂഹമായ സാഹചര്യത്തിൽ. അപ്പോൾ അത്തരത്തിൽ പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീർ എന്നാണ് പേരെങ്കിലും അത് ഇന്ത്യയുടെ ഭാഗമാണ്. അവിടെയാണ് ഈ വെടിവെപ്പ് നടന്നിരിക്കുന്നത്. ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഇടപെടാനുള്ള അവകാശമുണ്ട്, അധികാരവുമുണ്ട്, താല്പര്യവുമുണ്ട് ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ട്. ഐക്യരാഷ്ട്രസഭയും അതുപോലെ അന്താരാഷ്ട്ര സമൂഹവും ഇടപെടണമെന്നിപ്പോൾ
അവിടുത്തെ വിമതർ. അവരുടെ പേരെന്ന് പറഞ്ഞാൽ അത് അതാണ് ഈ പാകിസ്ഥാനിന്റെ ഈ പാക് അധിനിവേശ കാശ്മീരിൽ മാത്രമല്ലല്ലോ പ്രശ്നങ്ങൾ നടക്കുന്നത്. ബലൂചിസ്ഥാൻ വിവിധ ഇടങ്ങളിൽ പ്രശ്നങ്ങൾ നടക്കുന്നു. അങ്ങനെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ബലൂചിസ്ഥാൻ ജാഗ്രത പാലിക്കണമല്ലോ. അവിടുത്തെ വിഷയം മാറ്റിവിടാനായി, പ്രശ്നം വഴിതിരിച്ചുവിടാനായി ഒരു ഇന്ത്യയിൽ ആക്രമണം നടത്തുന്നത് അവരുടെ പതിവാണ്. അങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിക്കണമല്ലോ. അമേരിക്കയും ട്രംപുമായിട്ട് പോയിരുന്ന മൃഷ്ടാന്ന ഭോജനം നടത്തിയ ആ ദിവസം തൊട്ട് അവരുടെ നാശം തുടങ്ങിക്കഴിഞ്ഞു. ഓരോ സ്ഥലത്തങ്ങളായി ഇപ്പോൾ അതിനകത്ത് എന്താ അന്തഃഛിദ്രം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇമ്രാൻ ഖാൻ്റെ നേതൃത്വത്തിലുള്ള വിമതപക്ഷം ശത്രുക്കളെ പോലെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. പട്ടിണിയും പരിവട്ടവുമോ സാധനങ്ങൾക്കൊക്കെ സ്വർണത്തിൻ്റെ വിലയാണ്. ഏതിന് ആട്ട പോലുള്ള സാധനങ്ങൾ സ്വർണത്തിൻ്റെ വില, പവൻ്റെ വിലയാണ്. അതുപോലെയാണ് കുതിച്ചു കയറുന്നത്. വെള്ളം കിട്ടാനില്ല. കാരണം സിന്ധു ജല കരാർ വഴി ഇന്ത്യയിൽ നിന്നുള്ള വില ഇനി കിട്ടാനും പോകുന്നില്ല. അതായിരുന്നു ഏക വെള്ളത്തിൻ്റെ, കുടിക്കാനുള്ള വെള്ളത്തിൻ്റെയും അതുപോലെ തന്നെ കൃഷിക്കുള്ള വെള്ളത്തിൻ്റെയും. അത് കട്ട് ഓഫ് ആവാൻ പോവുകയാണ്. ഇപ്പോൾ ആകെപ്പാടെ കൂടെ പട്ടിണിയും പരിവട്ടവും ചൂടും ഒക്കെ ആയിട്ട്, വരൾച്ചയും ഒക്കെ ആയിട്ട് നശിക്കാൻ പോവുകയാണ് ഒരു രാജ്യം. അതിനിടയ്ക്കാണ് ഈ അന്തഃഛിദ്രങ്ങൾ അതിർത്തികളിൽ, പാക് ഒക്കുപൈഡ് കാശ്മീരിൽ, ബലൂചിസ്ഥാനിൽ, പിന്നെ ഇറാനുമായിട്ടുള്ള അതിർത്തി അതും അത്ര ഭദ്രമല്ല. ചൈനയുമായിട്ടുള്ള ബന്ധം പഴയതുപോലെ സുദൃഢമല്ല. ഇവർ അമേരിക്കയോടൊപ്പം പോയപ്പോഴത്തേക്കും ചൈന പുരികം ഉയർത്തി തുടങ്ങി. ചൈന പഴയതുപോലെ സഹായിക്കില്ല. ആകെപ്പാടെ അങ്ങനൊരു പരിതോവസ്ഥയിലാണിപ്പോൾ പാകിസ്ഥാൻ്റെ നിലനിൽപ്പ്. അപകടത്തിൽ തന്നെയാണത്. ഇവിടെ ഈ സമരം നടത്തിയ സംഘടനയുടെ പേര് യുണൈറ്റഡ് കാശ്മീർ പീപ്പിൾസ് നാഷണൽ പാർട്ടി ആണ്. ആ പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്ന ഐക്യരാഷ്ട്രസഭ ഇതിൽ ഇടപെടണമെന്നാണ്. നമ്മുടെ രാഹുൽ ഗാന്ധി ഇടപെടണം, നിങ്ങളെല്ലാം ഇടപെടണം എന്ന് പറയുന്ന പോലെ അല്ല ഇത്. ഇവിടെ രൂക്ഷമായ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് ഇത് കണ്ടു നിൽക്കാനുള്ള കഴിവ് കാണില്ല. അതെ, ഈ വലിയ പ്രതിഷേധം അവിടെ നടക്കുന്നത് അദ്ദേഹത്തിന് മിണ്ടില്ല, വലിയ വിഷമം കാണും. അദ്ദേഹം കരയുവാണെന്ന് തോന്നുന്നു. അതിനാണ് ആ ദുഃഖം മാറാനെന്ന് തോന്നുന്നു കൊളംബിയയിൽ പോയി ഒളിച്ചിരിക്കുന്നത്. അങ്ങനെ സ്ഥിതി വളരെ രൂക്ഷമായിട്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അവിടുത്തെ അവാമി ലീഗിൻ്റെ നേതൃത്വത്തിലാണ് പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്നത്. സംഘടനയുടെ പേര്, പ്രക്ഷോഭം നടത്തുന്ന സംഘടനയുടെ പേര് ഇങ്ങനെയാണെങ്കിലും അവിടുത്തെ അവാമി ലീഗിൻ്റെ പേരിൽ അതിൻ്റെ വിഷയമെന്ന് പറഞ്ഞാൽ അവിടെ ഇന്ത്യയിൽ നിന്ന് അഭയാർത്ഥികളായിട്ട് വന്നവർക്ക് സംവരണം കൊടുക്കുന്നുണ്ട്. ആ സംവരണമാണ് വിഷയം. ആ സംവരണം ഇല്ലാതാക്കണമെന്നുള്ളതാണ് അവിടെ ആവശ്യം. ബംഗ്ലാദേശിൽ നടന്നതിന് സമാനമായിട്ടുള്ളൊരു കലാപം ബംഗ്ലാദേശിൽ ഇതുതന്നെയായിരുന്നല്ലോ വിഷയം. അതായത് ബംഗ്ലാദേശ് വിമോചനത്തിന് വേണ്ടി ശ്രമിച്ച ആൾക്കാരുടെ മക്കൾക്ക് അവിടെ സംവരണം ഏർപ്പെടുത്തിയത്. ആ സംവരണം പിൻവലിക്കണമെന്ന് പറഞ്ഞായിരുന്നു അവിടുത്തെ സമരം. ഇവിടുത്തെ സമരവും സമാനമായിട്ടാണ്. ഇന്ത്യയിൽ നിന്ന് കുടിയേറിയ മുസ്ലിങ്ങൾക്കുള്ള സംവരണം പിൻവലിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ കുടിയേറിയവരുടെ അവസ്ഥ എന്താണെന്നിപ്പോൾ അവർക്കെതിരെയുള്ള സമരമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് കുടിയേറിയവരുടെ പാകിസ്ഥാനുമായിട്ട് ഐക്യദാർഢ്യം മനസ്സാലെങ്കിലും പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ചില രാഹുൽ ഗാന്ധിയെ പോലുള്ള ആൾക്കാരും അതുപോലെ എന്തോ തീറോയെ പോലുള്ള ആൾക്കാരും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് അവരെന്താ ചെയ്യുന്നത്? രാഹുൽ ഗാന്ധി പറയും അവരെ തിരിച്ചെത്തിക്കാൻ പറയും. എന്തോ രാഹുൽ ഗാന്ധി പറയും അങ്ങനെയാണെങ്കിൽ അവരെ തിരിച്ചെത്തിക്കാൻ, ഇന്ത്യയിലേക്ക് എത്തും, ഞാൻ നിങ്ങൾക്ക് എല്ലാ സൗകര്യവും ഏർപ്പാടാക്കാമെന്ന് പറയും. പക്ഷേ തൽക്കാലം നിയമമില്ലല്ലോ. അവിടുന്ന് വരുന്ന ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, സിഖുകാർ, ജൈനന്മാർ അവർക്ക് മാത്രമേ ഇന്ത്യയിലേക്ക് വന്നാൽ പൗരത്വം കിട്ടുകയുള്ളൂ. വന്നവരെ അല്ലെങ്കിൽ തിരിച്ചയക്കും. പൗരത്വം ഇല്ലെങ്കിൽ പിന്നെ ഇന്ത്യയിൽ താമസിക്കുക എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ്. ഒരു തിരിച്ചു പോകേണ്ടി വരും. അതാണിപ്പം പൗരത്വ ബില്ല് എന്ന് പറയുന്നത്. അത് നടപ്പാക്കാൻ വേണ്ടി ഇവർ അതിനെതിരായിട്ട് പ്രക്ഷോഭം നടത്തിയത്. അപ്പോൾ CAA വന്നതോടുകൂടി അവർക്ക് ഇന്ത്യയിൽ നിൽക്കാൻ പറ്റില്ല. അവർ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരുമ്പോൾ ചിലപ്പോൾ അത് നടത്താൻ പറ്റുമെന്നേ ഉള്ളൂ. അവാമി ആക്ഷൻ കമ്മിറ്റി എന്നൊരു കമ്മിറ്റിയാണ് ഈ സമരത്തിന് നേതൃത്വം നടത്തുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സംഘടന UN, അന്താരാഷ്ട്ര സമൂഹം, അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളും എല്ലാം ഇടപെടണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ആ സംഘടനയുടെ പേര് കാശ്മീർ പീപ്പിൾസ് നാഷണൽ പാർട്ടി എന്നാണ്. പക്ഷേ ഇതിന് നേതൃത്വം നൽകുന്നത് അവാമി ആക്ഷൻ കമ്മിറ്റിയാണ്. ബംഗ്ലാദേശിലെ പ്രക്ഷോഭം സാറ് പറഞ്ഞതുപോലെ തന്നെ ഈ അരുന്ധതി റോയിലും പാക് അധിനിവേശ കാശ്മീരും നിലവിലെ കാശ്മീരും ഇന്ത്യയുടെ കാശ്മീരും തമ്മിൽ ഒരു താരതമ്യം ചെയ്യണം. അവിടെ ഇത്തരം സമരങ്ങളും കൊലപാതകങ്ങളും നടക്കുമ്പോൾ ഇങ്ങ് നമ്മുടെ കാശ്മീരിലെ ടൂറിസം വർദ്ധിക്കുന്നു, വികസനങ്ങൾ വരുന്നു, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, അത് നേരത്തെ തന്നെ അവരെ വളരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. ഇന്ത്യക്ക് അനുകൂലമായിട്ടും മോദിക്ക് അനുകൂലമായിട്ടും അവർ നേരത്തെ ഒരു പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ കാശ്മീരിൽ നിന്ന് വന്ന ആളുകൾക്കുള്ള സംവരണം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാശ്മീരിൽ നിന്നാണ്. ഇന്ത്യയിൽ നിന്ന് പറയുമ്പോൾ കാശ്മീരിൽ നിന്നാണ് കൂടുതൽ പേര് അങ്ങോട്ട് പോയിട്ടുള്ളത്.
അവിടെ നിന്ന് വന്നവർക്ക്. അപ്പോൾ ഈ കാശ്മീർ എന്ന് പറഞ്ഞാൽ എന്താ, ഈ കാശ്മീർ ഭീകരവാദികളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, കാശ്മീർ, ആ 2 കാശ്മീരും കൂടെ ചേർന്ന് സ്വതന്ത്ര കാശ്മീർ ഉണ്ടാവണമെന്നാണ് പറഞ്ഞിരുന്നത്. JKLF എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. വളരെ ചെറിയ ഒരു പക്ഷം ആൾക്കാർ മാത്രമേ പാകിസ്ഥാനോട് ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുള്ളൂ. അപ്പോൾ ഐക്യം ഇപ്പോൾ മനസ്സിലായല്ലോ. ഈ പ്രക്ഷോഭം നടത്തുന്ന ആൾക്കാർ പറയുന്നത് മറ്റേ കാശ്മീരിൽ നിന്ന് വന്ന ആൾക്കാർക്കുള്ള സംവരണം ഇല്ലാതാക്കണം എന്നാണ് പറയുന്നത്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ ഇതിനേക്ക് നമ്മുടെ ലേയിൽ നടന്ന പ്രക്ഷോഭം തുടങ്ങിയപ്പോൾ തന്നെ അവസാനിച്ചു, തീർന്നു അത്. പക്ഷേ ഇവിടുത്തെ പ്രക്ഷോഭമല്ല, എല്ലാ വർഷവും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യം വളരെ രൂക്ഷമാണ്. അതുകൊണ്ടാണ് 15 പേരെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നത്. ഇന്ത്യയുടെ ഭാഗമായിട്ടൊരു സ്ഥലത്താണ് ഇത് നടക്കുന്നതെന്നുള്ളത്. വേണമെങ്കിൽ ഈ സ്റ്റേക്ക് ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് ആ രാജ്യം ഇപ്പോഴത്തെ അനുകൂല സാഹചര്യത്തിൽ, ചൈനയും വിമതരായിട്ട് നിൽക്കുകയാണ് പാകിസ്ഥാനുമായിട്ട്, ആ അനുകൂല സാഹചര്യത്തിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു പിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മളതിന് മുതിർന്നില്ല. ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ് എന്നുള്ളതാണ്. ഒന്നാമത് ഫലഭൂയിഷ്ടമായിട്ടുള്ള പ്രദേശങ്ങളും അങ്ങനെ തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശം തന്നെയാണ്. പക്ഷേ അത് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം വരും. ചൈന അതിനകത്തൊരു കക്ഷി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ചൈനയുമായിട്ടുള്ള ബന്ധങ്ങൾ പ്രശ്നമാണ്. വലിയ വില കൊടുത്ത് ഒരു വിലയുമില്ലാത്ത ഒരു ഭാഗം നമ്മൾ സ്വന്തമാക്കേണ്ടി വരും. അല്ലെങ്കിൽ ചെയ്യേണ്ടത് ഇന്ത്യയുമായിട്ട് ഞങ്ങളെ കൂട്ടിച്ചേർക്കണമെന്നുള്ളത് മാത്രം മുഖ്യ ആവശ്യമായിട്ട് ഉന്നയിച്ചുകൊണ്ട് അവർ പ്രക്ഷോഭം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബംഗ്ലാദേശിനെ മോചിപ്പിച്ചതുപോലെ നമുക്ക് മോചിപ്പിക്കാൻ ധാർമ്മികമായിട്ടുള്ള അവകാശം ഉണ്ടാവും. തീർച്ചയായിട്ടും അതങ്ങനെയില്ല. അങ്ങനെ ഇല്ലാത്തടത്തോളം കാലം നമുക്കിപ്പോൾ തൽക്കാലം ഇടപെടേണ്ട എന്നുള്ളതാണ് ഈ രാഷ്ട്രതന്ത്രജ്ഞരൊക്കെ പറയുന്നത്. അതുകൊണ്ട് മാത്രം നമ്മൾ ഇടപെടാതിരിക്കുകയും നിരീക്ഷിച്ചു വരികയും ചെയ്യുക, സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരിക. ഇടപെടാതിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു രാജ്യതന്ത്രജ്ഞ ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള അതിൽ എന്തായാലും അന്താരാഷ്ട്ര സമൂഹം ഇടപെടേണ്ട ആവശ്യമുണ്ടല്ലോ. കാരണം വലിയ പ്രക്ഷോഭമുണ്ടായി 12 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് വെടിവെപ്പിൽ. 100-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ അടക്കമുള്ള വിദേശ രാജ്യങ്ങൾ തങ്ങളുടെ നയം വ്യക്തമാക്കണമല്ലോ. അമേരിക്കയുടെ പാകിസ്ഥാൻ്റെ മെൻറ്ററായിട്ടുള്ള അമേരിക്ക തീർച്ചയായിട്ടും ഇടപെടേണ്ട കാര്യമാണ്. പാകിസ്ഥാനെ പറ്റി പ്രശംസിച്ച് ഇന്ത്യക്ക് തുല്യമായ ഒരു ശക്തിയായിട്ട് പാകിസ്ഥാനെ ഇപ്പോഴും സമീകരിക്കുന്ന ട്രംപ് ഇടപെടേണ്ടതാണ്. 2 വലിയ ശക്തികളെന്നാണ് പറയുന്നത്. വലിയ ശക്തികളായിട്ടുള്ള പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം ഞാനില്ലാതാക്കി, കച്ചവട കാര്യം പറഞ്ഞു. അപ്പോൾ ഇന്ത്യയെ ഈ തീവ്രവാദി രാഷ്ട്രത്തോട് ഉപമിക്കുകയാണ് ട്രംപ് ചെയ്യുന്നത്. അദ്ദേഹം തീർപ്പാക്കട്ടെ, അതാണ് വേണ്ടത്. ഇപ്പോൾ ഗാസയിലെ പ്രശ്നമൊക്കെ തീർത്തിരിക്കുകയല്ലേ. അപ്പോൾ നൊബേൽ സമ്മാനത്തിനേക്ക് ഒരു ചൂടും കൂടെ ആവാം. ഞാൻ അവിടുത്തെ കാശ്മീരിലെ പ്രശ്നം ഞാൻ തീർത്തു എന്ന് പറയാം അദ്ദേഹത്തിന്. അപ്പോൾ അങ്ങനെ ചെയ്യട്ടെ. നമ്മളിപ്പോൾ അതിൽ മറ്റൊരു തരത്തിൽ ഇടപെടേണ്ട കാര്യം, നമ്മൾ ഇടപെടാൻ നമ്മുടെ രാജ്യമാണ് ഇടപെടേണ്ടത്. നമ്മളാണ് വാസ്തവത്തിൽ, നമ്മുടെ രാജ്യമാണ്, നമ്മുടെ ഭാഗമാണ്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾക്ക് ഒരു മാറ്റം വരാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.